സംശയം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാ ഗിരീഷേ? നന്ദനെ കാണാതായതിൽ ഇവിടെ എല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണെന്ന് ഗിരീഷിന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത പോലാണല്ലോ പ്രഭ പറയുന്നത്. അല്ല, അങ്ങനെയല്ല. ഞാൻ വെപ്രാളപ്പെടുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല. ജീവൻ ഒടുക്കുന്നതിനെ കുറിച്ചൊക്കെ നന്ദൻ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അതിന്റെ ഒരു പേടി എനിക്ക് ഉള്ളിലുണ്ട്. അതെ, അങ്ങനെ നന്ദൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഡത്തിന് പിന്നെ പേടി കാണാതിരിക്കും സർ. ദേവിക, എന്തായി കാര്യങ്ങള്? അമ്മേ, നന്ദുവിനെ കണ്ടെത്താനുള്ള കാര്യങ്ങള് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എവിടെ കൃത്യമായിട്ട് പോകുന്നു? എന്നിട്ട് എന്ത് മലയാ മറിച്ചത്? കണ്ടോ ഗിരീഷേ, എന്തെങ്കിലും ചോദിച്ചാ അസല് രാഷ്ട്രീയക്കാരുടെ മറുപടിയാ. അന്വേഷണം നടക്കുന്നു, ഉടനെ കണ്ടുപിടിക്കും, വേണ്ടത് ചെയ്യും. എനിക്ക് അതിശയം തോന്നുക, ഇവർക്കാർക്കും നന്ദനുമായിട്ട് ഒരു ബന്ധവും ഇല്ലേന്ന്. ആ അരുന്ധതിയുടെ മോന്റെ കാര്യം ഹരിയേട്ടൻ പറഞ്ഞല്ലോ. അരുന്ധതിക്ക് മകൻ നഷ്ടപ്പെട്ടതിന്റെ ഒരു വിഷമവും ഇല്ലാന്നൊക്കെ. എന്നിട്ടിപ്പ ഇവിടെ എന്ത് വിഷമമുണ്ട്? പ്രഭ, മകനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ ഭാവമല്ല അരുന്ധതിയിൽ കണ്ടതെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്. അത് ഋഷി നഷ്ടപ്പെട്ടു എന്നുള്ള ബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ്. നന്ദൻ തൽക്കാലം എങ്ങോട്ടോ മാറി നിൽക്കുന്നു. അങ്ങനെ വിശ്വസിച്ചാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ എല്ലാവരും എത്ര കൂളായിട്ടായിരിക്കുന്നത്. സിദ്ധുവിന്റെ മോനെയാ കാണാതായിരിക്കുന്നത്. വേറൊരാൾക്ക് നന്ദൻ ഭർത്താവാ. എന്നിട്ടും ശാന്തതയോടെ നാട്ടുകാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. പ്രഭ, അറിയാൻ വയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കരുത്. എനിക്കെല്ലാം അറിയാം. മാഡം, ഇപ്പൊ തർക്കൊന്നും വേണ്ട. ഹരിസാറിന്റെ ബലത്തിലാ എല്ലാവരും ഇരിക്കുന്നത്. സർ, സാർ തന്നെ പറ, ഇനിയിപ്പോ എന്താ അടുത്ത നീക്കം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രഭ, ഈ കേസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഞാൻ എല്ലാത്തിനും കൂടെയുണ്ട്. എല്ലാം ഞാൻ നോക്കിക്കോളാം. ഹരിയേട്ടൻ നേരത്തെ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ അന്വേഷണം പോകുന്നതും. മാഡം, ഹരിസാർ പറഞ്ഞു, നമുക്ക് അംഗീകരിക്കാം. കാര്യങ്ങൾ സാറിന്റെ നേതൃത്വത്തിൽ പോട്ടെ. ധൈര്യമായിരിക്കും പ്രഭേ, ഞാൻ ഏറ്റവും പറഞ്ഞില്ലേ. അത് മതി. ഹരിയേട്ടന്റെ വാക്ക് ഞാൻ വിശ്വസിക്കാം. ഇത് എത്ര കാലം വെച്ചാ പ്രഭകുഞ്ഞിങ്ങനെ സഹിക്കുന്നത്? മുരളി, നാളെ ഞാൻ പ്രഭകുഞ്ഞായിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുക. രാവിലെ പോവും. എവിടെ പോവേ? നാരായണൻ ജോത്സ്യനെ ഒന്ന് കാണണം. എന്തിനാ ജോത്സ്യനെ കാണുന്നത്? നന്ദന്റെ കാര്യങ്ങളൊന്നും അറിയാനാ. നന്ദന്റെ കാര്യങ്ങൾ അറിയാനോ? നന്ദന്റെ കാര്യങ്ങൾ അറിയാൻ ജോത്സ്യനെ കാണുന്ന എന്തിനാ? പോലീസ് സ്റ്റേഷനിലേക്കല്ലേ പോകേണ്ടത്? പോലീസ് അന്വേഷിച്ചിട്ട് എന്തായി? കണ്ടുപിടിച്ചോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവ് കിട്ടിയോ? ചന്ദ്രോത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പിടികിട്ടിയോ? ആരെ കൊണ്ടൊന്നും നടക്കുന്നില്ലല്ലോ.
അപ്പൊ പിന്നെ ജോത്സ്യനെ കാണാൻ പോകുന്നതിനെ ഒരാക്ഷേപം പറയണ്ട. പ്രഭാന്റിക്ക് മനസ്സിൽ സമാധാനം കിട്ടുന്നില്ലായിരിക്കും മുരളിയേട്ടാ. ആ, എന്ന് പറഞ്ഞിട്ട് ജോത്സ്യരെ കണ്ട കുറച്ച് പൈസ പോകുന്നല്ലാതെ വേറെ പ്രയോജനം എന്താ? അത് ജോത്സ്യന് പറയും. നിങ്ങൾക്കൊക്കെ കുറ്റം പറയാനല്ലേ പറ്റൂ. കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ അറിയില്ല. എന്തായാലും ജോത്സ്യനെ കാണണം. കാര്യങ്ങൾ സാധിച്ചെടുക്കുകയും ചെയ്യും. എന്തു പറഞ്ഞാലും എതിർക്കും. എന്നാ എന്തെങ്കിലും നടക്കുവോ അതുമില്ല. ശരി. കെവിൻ ചേട്ടൻ പുറത്താണോ? പറഞ്ഞു ശരി. എന്താ ശബ്ദത്തിനൊരു പതർച്ച പോലെ? വീട്ടിലെല്ലാരും നല്ല വിഷമത്തിലാ കെവിൻ ചേട്ടാ. നന്ദേട്ടനെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. ചേച്ചിയാണെങ്കിൽ ആകെ തകർന്നിരിക്കുക. അമ്മയും അച്ഛനും ഒക്കെ അങ്ങനെ തന്നെയാ. നന്ദേട്ടന് എന്ത് പറ്റിയതാവും കെവിൻ ചേട്ടാ? സത്യം പറഞ്ഞാ നന്ദൻ എന്താ സംഭവിച്ചെന്നൊരു പിടിയും കിട്ടുന്നില്ല ചാരി. അത് ഞാൻ വിശ്വസിക്കില്ല. ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, സ്വന്തം കമ്പനിയിലെ പാർട്ണർ, അങ്ങനെ ഒരാളെ കുറിച്ച് ഒന്നും അറിയാതിരിക്കോ? ഇല്ലെന്നേ. നന്ദേട്ടൻ നിങ്ങളോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അതുറപ്പാ. സത്യമായിട്ടില്ല ചാരി. ഒരു ചെറിയ സൂചനയെങ്കിലും കിട്ടിയാ ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ചാരിയോടല്ലേ. ഏത് ശാരികയോട്? പ്രിയപ്പെട്ട ശാരികയോട്. ചുമ്മാ ഫോണിൽ സംസാരിക്കുമ്പോ പ്രിയപ്പെട്ടത്, ഇഷ്ടപ്പെട്ടത് അങ്ങനെയൊക്കെ തട്ടിവിടും. പക്ഷേതാ ഇതുപോലെ കുടുംബത്തിന് വേണ്ടി ഒരു കാര്യം ചോദിച്ചാ കൃത്യമായിട്ടൊന്നും പറയാതെ ഒഴിഞ്ഞു മാറുകയും ചെയ്യും. എൻ്റെ പൊന്നെ, അങ്ങനെയൊന്നും പറയല്ലേ. ദേ, എനിക്ക് വിഷമാവും. സത്യോ പറഞ്ഞ ശരി. ദേ, നന്ദനെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയാൽ ആദ്യം വിളിച്ചറിയിക്കുന്നത് എൻ്റെ ശാരിയോടായിരിക്കും. സത്യം? 100 വട്ടം സത്യം. നോക്ക്, നീ എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പാ. അയ്യോ അല്ല, നീ എൻ്റെ ഹൃദയം തന്നെയാണ്. നിന്റെ ശബ്ദം കേട്ടാൽ തന്നെ എനിക്ക് ചുറ്റും ഒരു പ്രകാശം വന്ന് നിറയും പോലെയാ. ആണോ? എന്താ കെവിൻ ചേട്ടാ? അല്ല, ഹലോ കെവിൻ ചേട്ടാ. ഞാൻ പിന്നെ വിളിക്കേ. നന്ദനെ കാണാത്ത ടെൻഷനിൽ ഞാൻ വട്ടടിച്ച് നിൽക്കുമ്പോ അവന്റെ ഒരു പൈങ്കിളി പ്രേമം. ഏതാടാ ആ പെണ്ണ്? അയ്യോ, ഇത് പ്രേമൊന്നുമല്ല, ഇതൊരു ഫ്രണ്ടാ. ഫ്രണ്ട്? എനിക്കറിയാം. നിന്റെ ചുറ്റിലും പ്രകാശം പരത്തുന്ന ഏതോ ഒരുത്തിയെക്കുറിച്ച് നീ പറയാതെ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അധികം വൈകാതെ ഞാനത് കണ്ടുപിടിച്ചോളാം കേട്ടോ. അയ്യോ, അത് ഞാൻ പറയാൻ പറ്റില്ല. ശരിക്കും കൃത്യമായിട്ട് റൂട്ടിലെത്തിയിട്ടില്ല. എടോ, നീ റൂട്ടിലാക്കേ, പ്രേമിക്കേ, കല്യാണം കഴിക്കേ, എന്താന്ന് വെച്ചാ ആയിക്കോ. ഇപ്പൊ എനിക്ക് എന്റെ നന്ദനെ കിട്ടണം. അതിനു വേണ്ട കാര്യങ്ങളാ നോക്കേണ്ടത്. അത് ഞാൻ നോക്കുന്നുണ്ട്. നീ വാ, നമുക്കിറങ്ങാം. ബെല്ല, എന്താടി? ഏയ് ഒന്നുമില്ല. ആരോ ഫോൺ ചെയ്യുന്ന കണ്ടല്ലോ. ആ, അത് എൻ്റെ ഒരു ഫ്രണ്ടിനെയാ. ഏത് ഫ്രണ്ട്? നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണോ? ആ, കല്യാണം ഉടനെ നടക്കും. എന്താടി, ആരാ അത്? ചേച്ചി പ്ലീസ്, അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യാ. ഇതിൽ ചേച്ചി ഇടപെടല്ലേ, എല്ലാം കോളമാവും. അതുമല്ല, ചോദിച്ചിട്ടും പറഞ്ഞില്ലല്ലോ എന്ന് ചേച്ചിക്ക് വിഷമാവും. എനിക്കാണെങ്കിൽ പറയാൻ പറ്റാത്തതിന്റെ വിഷമവും. നീ ഇഷ്ടപ്പെടുന്ന ആളെ വിളിക്കുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല. നിന്റെ പ്രണയം വീട്ടിൽ നീ പറഞ്ഞതും ഞങ്ങൾ മറ്റൊരു മാർഗവും ഇല്ലാതെ അംഗീകരിച്ചതുവാ. ആളാരാണെന്ന് കൂടി പറ. ഞങ്ങൾ സംസാരിച്ച് വിവാഹം നടത്തിത്തരാം. അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല. ചേച്ചി ആ കാര്യം വിട്ടേക്ക്, നന്ദേട്ടന്റെ കാര്യം പറ.
അതൊന്നും നീയും അറിയാൻ വേണ്ട. അത് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളാ. ഇങ്ങനെ പെണങ്ങല്ലേ ചേച്ചി പെണ്ണെ. നീ വിടിശാരി, ഞാനൊന്ന് പുറത്തു പോവാ. എന്നാലേ ഞാൻ വിടുന്നില്ല. ചേച്ചി എവിടെയാ പോകുന്നെന്നെങ്കിലും മിനിമം പറയണം. ഞാൻ ചോദിക്കുന്നതിനൊന്നും നിനക്കുത്തരം പറയാൻ വയ്യല്ലോ. നീ ചോദിക്കുമ്പോ ഞാൻ പറയണം അല്ലേ? നന്ദേട്ടൻ തിരികെ വന്നു കഴിഞ്ഞാ പിന്നെ വൈകാതെ ഞാൻ എല്ലാം പറയാം. ഉറപ്പ്? ഉറപ്പ് ഉറപ്പ് ഉറപ്പ്. എന്നാ ഞാനിപ്പോ ചന്ദ്രത്തേക്കാ പോകുന്നത്. അതെന്തിനാ ചേച്ചി? നന്ദുന്റെ കാര്യത്തിൽ അച്ഛനും ഞാനും ഉഴപ്പ് കാണിക്കുന്നു അമ്മയുടെ പരിഭവം. ഞാനൊന്ന് പോയിട്ട് വരാം. ശരി. ആ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കല്ലേ. അതിനിപ്പോൾ എത്ര രാത്രിയായാലും ശരി, വിളിച്ചേക്കണം. ഗിരി, എന്തെങ്കിലും വിവരം കിട്ടിയോ? നീ വിഷമിക്കാതെ, അന്വേഷണം കാര്യമായിട്ട് നടക്കുന്നുണ്ടല്ലോ. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഗിരി. നെഞ്ചങ്ങ് പൊട്ടിപ്പോകുന്ന പോലെ തോന്നുവാ. എന്താ, ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട വേണ്ട. അമ്മേ, കഴിഞ്ഞ ദിവസം തന്ന ജീരകാരിഷ്ടം കുറച്ച് തരാമോ? വല്ലാതെ ഗ്യാസ് കയറി ശ്വാസം മുട്ടുന്ന പോലെ തോന്നുവാ. അങ്ങനെ എപ്പോഴും അരിഷ്ടവും മരുന്നൊന്നും കഴിക്കാൻ പാടില്ല. ഞാനൊരു കാര്യം പറയാം. ഡോക്ടർ പ്രത്യേകം സൂചിപ്പിച്ചതാ, കരയാനോ ദേഷ്യം കാണിക്കാനോ ടെൻഷൻ ആകാനോ ഒന്നും പാടില്ലെന്ന്. നീ ഒറ്റയ്ക്കല്ല, ഉള്ളിലൊരാള് കൂടെ ഉണ്ട്. അതിനൊരു ദോഷവും വരാൻ പാടില്ല. എനിക്കറിയാമേ, പക്ഷേ വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. വിഷമിച്ചിട്ടോ ആദ്യ പിടിച്ചിട്ടോ കാര്യമുണ്ടോ? നമ്മുടെ അവസ്ഥ കൂടി നോക്കണ്ടേ? മോള് പോയി ഒന്ന് കിടക്ക്. ഞാൻ കുറച്ച് ജീരകവെള്ളം ഉണ്ടായിക്കൊണ്ട് വരാം. ചെല്ല്. രജനി, എന്താണെങ്കിലും നേരിട്ടേ പറ്റൂ. അന്വേഷണം നടക്കുകയല്ലേ. ചിലപ്പോ നന്ദൻ തന്നെ മാറി നിൽക്കുന്നതാവാം. ദേവിക എന്തു പറയുന്നു? അവക്ക് സങ്കടമുണ്ടോ? ഭർത്താവിന് ഇതുപോലൊരു ആപത്ത് വന്ന ഭാര്യയ്ക്ക് വിഷമം കാണാതിരിക്കില്ലല്ലോ. അല്ല, അതൊക്കെ കാണും. ഞാൻ ചോദിച്ചത് അവള് കരയുന്നുണ്ടോന്നറിയാനാ. MLA അല്ലേ, നിലവിളിക്കാനൊന്നും പറ്റില്ലല്ലോ. അതുമല്ല, കേസിന്റെ അന്വേഷണം രഹസ്യ സ്വഭാവമുള്ളതാ. ദേവിക ദുഃഖം ഉള്ളിലൊതുക്കി കേസിന്റെ കാര്യത്തിന് വേണ്ടി ഓടി നടക്കും. ദേവിക അച്ഛനൊക്കെ പിടിച്ചു നിൽക്കും, പക്ഷെ അമ്മ തളർന്നു പോവും. പാവം, എന്തൊക്കെ സഹിച്ചതാ. ഞാനൊന്ന് അമ്മയെ വിളിക്കാൻ പോവാ ഗിരി. ഏയ് വേണ്ട, നിന്റെ ശബ്ദം കേട്ടാ മേഡം കൂടുതൽ വിഷമിക്കുകയുള്ളൂ. എനിക്കൊരു സമാധാനം കിട്ടാൻ അമ്മ ഒന്ന് വിളിച്ചേ പറ്റൂ ഗിരി. ഞാനൊന്ന് വിളിച്ച് സംസാരിച്ചോട്ടെ? ശരി, ശരി. പ്രഭേ, നിന്റെ വിഷമം എനിക്കറിയാം. കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് നിനക്ക് സമാധാനമുള്ള ഒരു ദിവസം പോലും കിട്ടിയിട്ടില്ല. ഒരുപാട് അനുഭവിച്ചു. എന്റെ മീരയുടെ മരണം, വീടിന്റെ ജപ്തി, സിദ്ധുവിന്റെ ജയിൽവാസം. അങ്ങനെ പറഞ്ഞാൽ അവസാനിക്കില്ല. ഓരോ പ്രതിസന്ധിയും നീ ധൈര്യത്തോടെ നേരിട്ടത്. എന്റെ ധൈര്യമൊക്കെ തീർന്നു, ശക്തിയൊക്കെ ചോർന്നു. നന്ദന്റെ ഈ പ്രശ്നത്തോടെ ഞാനിപ്പോ മരവിച്ച് ജീവിക്കുക. മതിയായി ജീവിതം. പ്രഭു, നീ എന്തൊക്കെയാ പറയുന്നേ? ദേ, വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാച്ചുകളെ. എല്ലാം നേരെയാവും. എനിക്കെന്റെ മോനെ കാണണം ചന്ദ്രമതി. അവനെന്തോ സംഭവിച്ചിട്ടുണ്ട്. അന്വേഷണം നടക്കുകയല്ലേ പ്രഭേ? ഈ എന്ത് അന്വേഷണം? ഒക്കെ പ്രഹസനങ്ങളായിട്ടാ എനിക്ക് തോന്നുന്നത്. ഇവിടെ ആർക്കും അതിന്റെ ഒരു ഗൗരവം ഇല്ലാത്തതുപോലെ. അതൊക്കെ നിന്റെ തോന്നല. അല്ല, അങ്ങനെ അല്ല ചന്ദ്രമതി. ഓക്കെ, ശരി, ഞാൻ വിളിച്ചോളാം സാർ.
ആന്റി ചന്ദ്രമതി ഒന്ന് നോക്ക്, ഇവളുടെ മുഖത്തേക്ക് നോക്ക്. നന്ദം പോയതിന്റെ സങ്കടമോ പേടിയോ എന്തെങ്കിലും ഇവളുടെ മുഖത്തുണ്ടോന്നു? എന്താ പ്രഭേ ഇത്? അമ്മേ, ഞാനതിന്റെ പുറകെ തന്നെ ഉണ്ട്. എന്നിട്ട് എന്തെങ്കിലും സൂചന കിട്ടിയോ? പറ. പിറകിൽ നിൽക്കുന്നു. സിദ്ധുവും പോലീസിന്റെ അന്വേഷണം എന്തൊക്കെയാ പറയുന്നത്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെയല്ല അമ്മേ, അമ്മ വെറുതെ തെറ്റിദ്ധരിക്കുക. എന്ത് തെറ്റിദ്ധരിക്കുന്നു? ഞാൻ ശരിയായിട്ട് തന്നെയാ ധരിച്ചു വെച്ചിട്ടുള്ളത്. പ്രഭേ, ഒരു ആപത്ത് വരുമ്പോ ഒന്നിച്ച് നിൽക്കുക വേണ്ടത്. നീ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ. എന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ ആന്റി, അതൊന്നും സാരമില്ല. ഞാൻ DYSP ഒന്നുകൂടെ വിളിക്കട്ടെ. പ്രഭേ, ദേവികയുടെ മനസ്സ് തളർത്തല്ലേ. എന്റെ മനസ്സ് തളരുന്നത് ആർക്കും കാണണ്ട. പ്രഭേ, ഹലോ മാഡം. അന്വേഷണം ഏതുവരെ ആയി സർ? അല്ല, അത് ആരംഭിച്ചു കഴിഞ്ഞല്ലോ മാഡം. അതറിയാം. ഇവിടെ സെർച്ച് ചെയ്ത് പോയ ശേഷം പിന്നീട് നടന്ന ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാ? മാഡം, ഞാൻ നാളെ തന്നെ ഇത് മെയിൽ ചെയ്യാം. നാളെയോ? എനിക്കത് ഇന്ന് കിട്ടണം. ഇന്ന്. ഇന്ന് അയക്കാം മാഡം. പിന്നെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ CM-നെ അറിയിക്കാം. DYSPക്ക് പകരം വേറെ ആൾ അന്വേഷിച്ചോളൂ. മാഡം എന്തൊക്കെയാ പറയുന്നത്? ഇത് ഞാൻ എൻ്റെ സ്വന്തം കേസ് പോലെ അന്വേഷിക്കുന്നത്. മാഡം, ഞാൻ ഇതിൻ്റെ പിറകെ തന്നെയുണ്ട്. ഇതിനൊരു റിസൾട്ട് ഉണ്ടാകുന്നത് എൻ്റെ അഭിമാന പ്രശ്നമാണ്. മുൻപ് ഋഷികേസിന്റെ കാര്യത്തിലും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാ പറഞ്ഞിരുന്നത്. മാഡം, ഇത് ഞാൻ 100% ആത്മാർത്ഥത്തോടെ അന്വേഷിക്കുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടുപിടിച്ചിരിക്കണം. അച്ഛൻ വന്നോ? ഹരിയങ്ങൾ എന്ത് പറഞ്ഞച്ചാ? സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് കൊണ്ടാ ഞാനിങ്ങനെ നിൽക്കുന്നത്. അച്ഛൻ പേടിക്കണ്ട, എല്ലാം ശരിയാവും. ഞാനിപ്പോ DYSP വിളിക്കായിരുന്നു. നന്ദനെ അന്വേഷിക്കുന്നത് സ്ട്രോങ് ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി. ഇടയ്ക്കിടെ അയാളെ വിളിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. ഓർമ്മിപ്പിക്കലല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ട്. പഴയതുപോലെ നിന്നാ ഇനി ശരിയാവില്ല. ഏതുവരെ പോകുമെന്ന് അറിയണമല്ലോ. ആ, നോക്കാം. പുറത്ത് ആരുടെ കാറാ കിടക്കുന്നത്? ആ, ചന്ദ്രമതി ആന്റി വന്നിട്ടുണ്ട്. ആ, അമ്മ പരാതിയും പരിഭവം ഒക്കെ പറയുക. അത്ര ശ്രദ്ധിക്കാൻ പോണ്ട. നമുക്ക് നമ്മുടെ വഴി കൂടെയല്ലേ പോകാൻ പറ്റൂ. മോള് ഹരിയേണ്ണ ഒന്ന് വിളിക്കും. ആ അങ്കിൾ, അച്ഛൻ വിളിക്കാൻ പറഞ്ഞു. നീ എന്താ ആലോചിക്കുന്നേ? നമ്മളിനി എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? അത് തന്നെയാ ചിന്തിക്കുന്നത്. നന്ദനെ കാണാതായതിന്റെ പിന്നില് ഋഷിയും അരുന്ധതിയും തന്നെയാണെന്നാ എന്റെ വിശ്വാസം. കെവിൻ, തന്റെ ഫ്രണ്ട് അങ്ങ് വല്ലാതെ തിളയ്ക്കുവാണല്ലോ. സാർ, MLA കാര്യങ്ങളൊക്കെ അടുപ്പിക്കുവാണെന്ന്. എന്തുപറ്റി സാർ? അവളെ വിളിച്ചോ? ആ, രാവിലെ സെർച്ച് ചെയ്യാൻ ചന്ദ്രത്ത് ചെന്നപ്പം ഒരൽപ്പം മയത്തിലൊക്കെയാ ദേവിക സംസാരിച്ചത്. ഇപ്പൊ ടോൺ മാറ്റി. നന്ദനെ പെട്ടെന്ന് തന്നെ കണ്ടെത്തിയില്ലെങ്കിൽ അന്വേഷണം വേറെ ആളെ ഏൽപ്പിക്കണമെന്ന് ഹോം മിനിസ്റ്റർക്ക് അപേക്ഷ കൊടുക്കട്ടെ എന്നാണ് ചോദിച്ചത്. MLA സ്ട്രോങ് ആയിട്ട് നിൽക്കുമല്ല. ഇത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. വേറെ ആരെങ്കിലും അന്വേഷണത്തിന് വന്നാൽ നമ്മൾ 3 പേരും തൂങ്ങും. നീ എന്തോന്നും മിണ്ടാത്തെ? പാപ്പ,
ഞാൻ വേറൊരു കാര്യം ആലോചിക്കായിരുന്നു. എന്താ ഇത്? അവൾ എന്തിനാ ഈ കേസിന്റെ അന്വേഷണം പാപ്പനെ തന്നെ ഏൽപ്പിച്ചത്? മനസ്സിലായില്ല. ആ ഋഷിയുടെ കേസ് ഉഴപ്പിയതോടെ അവൾക്ക് പാപ്പന്റെ കഴിവിലുള്ള വിശ്വാസം ഇല്ലാതായല്ലോ. മറ്റാരെങ്കിലും കേസ് ഏൽപ്പിക്കുമെന്ന് അന്നേ പറഞ്ഞതല്ലേ? അങ്ങനെയുള്ള സാഹചര്യത്തില് ഇത്രയും നിർണായകമായ ഒരു കേസിന്റെ അന്വേഷണം അവൾ എന്തിനാ പാപ്പനെ തന്നെ ഏൽപ്പിച്ചേ? അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തില് സിഎമ്മിന് അവളൊരു റിക്വസ്റ്റ് കൊടുത്ത അവള് പറയുന്ന ആരെയും അന്വേഷണത്തിന് ഏൽപ്പിക്കും. എന്നിട്ടും അവളുടെ കണ്ണിൽ റിസൾട്ട് കിട്ടാത്തൊരു ഉദ്യോഗസ്ഥനെ എന്തിനാ ഈ കേസ് ഏൽപ്പിച്ചേ? സാറേ, ആ ചോദ്യം കറക്റ്റാ. അത് അവൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടായിക്കൂടെ? മാത്രമല്ല, നന്ദൻ ഒരു കൊലപാതകയാണെന്ന് തോന്നലുള്ളതുകൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അറിയണ്ട എന്നും കരുതി കാണും. ഇല്ല, എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസയോഗ്യമായിട്ട് തോന്നുന്നില്ല. എവിടെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അത് കണ്ടുപിടിക്കണം. സാറേ, ബെല്ല പറയുന്നതിലും കാര്യമുണ്ട്. നമ്മളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ സാർ. സിദ്ധു, രജനി മോളെ ഇപ്പൊ വിളിച്ചത്. ആ, എന്താ വിശേഷം? വിശേഷോ? ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവാ. എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടെങ്കിലും.